അപ്പോൾ എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചോള ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്ന കണക്കല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വേറൊരു രീതിയിലാണ് എളുപ്പം ഉണ്ടാക്കാവുന്ന രീതി കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എളുപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാം. അറിഞ്ഞൂടാത്തവർക്ക് ഉപ്പുമാവ് ചോള ഉപ്പുമാവ് നല്ല റെഡി ആയിട്ടിരിക്കും. പണ്ട് എൻ്റെ കൊല്ലം വീട്ടിൻ്റെ അടുത്ത് ഒരു മഹള എന്നൊരു സമാജം ഉണ്ടായിരുന്നു. മഹിളാ സമാജം എന്ന് പറഞ്ഞിട്ട് അവിടെ കുഞ്ഞു കുട്ടികളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നത് കൊണ്ടും ആ ടേസ്റ്റ് നിൽക്കുന്നത് കൊണ്ടും ഞാൻ പറയാം. എൻ്റെ കൊല്ലക്കാർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ ആണെങ്കിൽ അവിടെ ഈ മഹിളാ മന്ദിരത്തിൽ ഈ മഞ്ഞ ഉപ്പുമാവ് ഭയങ്കര രുചിയിലാണ് അവരുണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ കുട്ടികൾക്ക്. എന്ന് വെച്ചാൽ മണം തന്നെ ഭയങ്കരമാണ്. കാരണം അതിനകത്ത് മെയിൻ ഇടുന്നത് മുരിങ്ങയിലയാണ്. ആ മണമാണ് കൂടുതൽ നിൽക്കുന്നത്. മുരിങ്ങയില ഇട്ടാണ് ഞങ്ങൾ സ്കൂൾ എൻ്റെ തൊട്ടപ്പുറം. ഞങ്ങൾ 3ലും 4ലും ഒക്കെ പഠിക്കുന്ന സ്കൂൾ എൻ്റെ തൊട്ടപ്പുറം. ഞങ്ങൾ ഈ സമയമാകുമ്പോൾ ഓടി ഇവിടെ വരും. ഇത് കിട്ടത്തില്ല. ഒരു അത് വട്ടയിലെന്ന് പറഞ്ഞൊരു സാധനമായിട്ട് ചെല്ലണം നമ്മൾ. അങ്ങനെയൊക്കെ ഒരു ആ കാലഘട്ടം ഓർത്തു പോയത് കൊണ്ട് ഞാൻ പറയുക കേട്ടോ. അപ്പോൾ അത് ഇന്ന് ഞാനൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് എളുപ്പം ഉണ്ടാക്കാം. അവർ രീതിയൊക്കെ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ എളുപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള രീതിയാണ്. ഞാൻ ദാണ്ടെ കോൺഫ്ലവർ മാവ് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളും എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപ്പുമാവിന് ക്യാരറ്റ്, ബീൻസ്, സവാള, കറിവേപ്പില ഇതൊക്കെ മാത്രമല്ലേ ചേർക്കത്തുള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഈ ചോളവും ക്യാപ്സിക്കം റെഡും യെല്ലോയും ഗ്രീനും ഒക്കെ ഇരുന്നത് കൊണ്ട് മാത്രം ഞാൻ അതൊക്കെ എടുത്തന്നേ ഉള്ളൂ. ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വയറ്റിലങ്ങ് ചെല്ലുമല്ലോ. ആ ഒരു രീതിക്ക് ഞാൻ ഇതൊക്കെ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇതൊക്കെ വേണമെന്നൊന്നുമില്ല. പക്ഷേ വേണം. നമുക്ക് മുരിങ്ങയില കിട്ടുകയാണെങ്കിൽ കുറച്ച് മുരിങ്ങയില നമുക്ക് ഫ്രഷായിട്ട് കിട്ടുകയാണെങ്കിൽ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി മുരിങ്ങയില ഏറ്റവും നല്ലതാണ്. പിന്നെ പച്ചമുളകും കുറച്ച് മതി. ഇഞ്ചി ഇടരുത്. ഇഞ്ചി ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്താണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാവ് എടുത്തിട്ട് നമുക്ക് ഈ മാവൊന്ന് നനച്ചെടുക്കാം. ഉപ്പിടാം. ഉപ്പ് പരുവത്തിനിടാം കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. ഇപ്പം ഞാൻ മാവൊക്കെ കണ്ടോ, നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന കണക്ക് നനച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അതോ നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പുട്ട് ഒഴുകുന്ന ഇല്ലേ, ആവിയേറ്റുന്നേ, അതിലോട്ടിത് നിറയ്ക്കുക. എളുപ്പമാണ് കേട്ടോ. നമുക്കിത് നിറച്ച് നമുക്കതൊന്ന് ആവിയേറ്റിയെടുക്കാം. അതിപ്പോൾ ഞാൻ ദാണ്ടെ ആവിയേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആവി കയറട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ഇത്തിരി ഒരു സ്പൂൺ വേണം. നല്ലൊരു സ്പൂൺ വേണം എണ്ണ കേട്ടോ. നമുക്ക് കടുകിടാം. പച്ചമുളക്, കറിവേപ്പില, സവാള, ബീൻസ്, ക്യാരറ്റ്, നമ്മുടെ ചോളമണികൾ. നല്ല രസമാണ് കേട്ടോ. അതിങ്ങനെ വെറുതെ കടിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ടാണ് ഞാനതിടുന്നത് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിതെല്ലാം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ പച്ചമുളക്, കറിവേപ്പില, നമ്മളെ പ്രധാനപ്പെട്ട നമ്മളെ മുരിങ്ങയില ഇത് വേണം കേട്ടോ. അത്യാവശ്യമാണേ. എനിക്ക് ഇപ്പം ഫ്രഷായിട്ട് കിട്ടി. കാരണം ഞങ്ങൾ ഇന്നലെ പാലക്കാടും തൃശ്ശൂരും ഒക്കെ പോയപ്പോൾ കുറച്ച് മുരിങ്ങയിലയൊക്കെ കൊണ്ടുവന്നു. അതാട്ടോ. ഇനി നമുക്ക് ക്യാപ്സിക്കം, മഞ്ഞയും ചുമപ്പും പച്ചയും
ഒക്കെ കിടക്കട്ടെ. കൂടുതലും പച്ചക്കറിയാണ് വേണ്ടത് കേട്ടോ. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് ഉപ്പിടുക. ആവശ്യത്തിനുള്ള ഉപ്പ് പച്ചക്കറിക്ക് ഇടുക. ഇതൊന്ന് നല്ലോണം ഒന്ന് വാടണം. ഒരു പച്ചപ്പ് പോയാൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ. ചെറുതായിട്ട് അത്രയ്ക്ക് മതി. നമുക്ക് സിമ്മിലിട്ട് അടച്ചങ്ങ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല വാടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഇതുണ്ട്, പുട്ടും പോലെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിനകത്തോട്ട് തട്ടണം. എന്ത് എളുപ്പമായി, ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അറിഞ്ഞൂടാത്തവർക്കും വെള്ളം കൂടിയെന്നും പറഞ്ഞ് ഒന്നും ഒരു പ്രശ്നമാവണ്ട. നമുക്ക് പുട്ടിന് നനയ്ക്കുന്ന കണക്ക് നനച്ചിട്ട് ഉപ്പുമാവ് എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇത് പാടാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ചോദിക്കും, ഇത് നനഞ്ഞു പോകത്തില്ലേ, എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനൊക്കെ കേട്ടോ. ഇതിൻ്റെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പുട്ട് പുഴുങ്ങുക, വാട്ടുക, ഇതിനകത്ത് തട്ടുക, ഉപ്പുമാവ് റെഡി ആയിട്ടിരിക്കും. കണ്ടില്ലേ, എന്ത് എളുപ്പമായി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ഉപ്പുമാവ്, നല്ല മണമൊക്കെയുള്ള ഉപ്പുമാവ് ഇവിടെ റെഡിയായി. ആ മുരിങ്ങയിലയുടെ മണമെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. എൻ്റെ കുഞ്ഞത്തെ ജീവിതത്തിലൂടെ ഞാനൊന്ന് പോയിപ്പോഴും കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു കേട്ടോ ഈ ഉപ്പുമാവ്. അതാണ് നമ്മൾ ഉപ്പുമാവിടെ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി ഒന്ന് നേരം ഒന്ന് ഇതിൻ്റെ ആ പച്ചക്കറിയുടെയൊക്കെ ഒരു വെള്ളമായി ഇതിനകത്ത് കയറി. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വീണ്ടും നല്ല സോഫ്റ്റ് ആവും, കണ്ടില്ലേ? നമുക്കിതൊന്ന് ഇത്തിരി നേരം ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡിയാവും. നമ്മുടെ ഈസി കോൺ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ. അതാണ്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. മുരിങ്ങയില വെച്ചതെന്ന് വെച്ചാൽ മുരിങ്ങയില വേണം കേട്ടോ. മുരിങ്ങയില ഉണ്ടെങ്കിൽ ഒരു മണമുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എളുപ്പമാണേ. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.